ഹലോ മക്കളെ, നമ്മൾ +1 റിസൾട്ട് വന്നു. നമുക്കറിയാം നിങ്ങളുടെ ഒരു വർഷത്തെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ മക്കൾക്കും നല്ല ഒരു പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് സാറ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ +2 ക്ലാസ്സിലേക്കാണ്. +2 ക്ലാസ്സിൽ അടിപൊളിയായിട്ട് നമ്മുടെ സബ്ജക്റ്റുകൾ തുടക്കം മുതലേ പഠിച്ച് തുടങ്ങാൻ പോവുകയാണ്. +1നെക്കാട്ടും കൂടുതൽ അഡ്വാൻസ് ആയിട്ട് +2 പഠിക്കാനുണ്ട്. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നം. നമുക്കറിയാം +1ൻ്റെ റിസൾട്ടിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും നല്ല സ്കോർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ ചില കുട്ടികൾക്കെങ്കിലും ചില മക്കൾക്കെങ്കിലും വിചാരിച്ച സ്കോറിൽ എത്താൻ പറ്റാത്തവരുണ്ടാവും. അതായത് മാർക്ക് കുറഞ്ഞു പോയി എന്നല്ല സാർ ഉദ്ദേശിച്ചത്. 90 എബവ് പ്രതീക്ഷിച്ച ചില സബ്ജക്റ്റുകൾ ഉണ്ടാവും, അത് മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം. 100% പ്രതീക്ഷിച്ച സബ്ജക്റ്റുകൾ ഉണ്ടാവും, ചെറിയ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നല്ലപോലെ മാർക്ക് കുറഞ്ഞവരുണ്ടാവും. ഈ ഒരു +2 ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഈ സ്കോർ നമ്മൾ വിചാരിച്ച സ്കോറിൽ എത്താൻ പറ്റാത്ത കുട്ടികളും കൂടി എങ്ങോട്ട് വരികയാണ്, നമ്മുടെ +2 ക്ലാസ്സിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് +1 മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ള ഒരു ചിന്തയും അല്ലെങ്കിൽ ഒരു വിഷമവും +2 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പാടില്ല. അപ്പം മക്കൾ ഫുൾ കോൺഫിഡൻസിൽ +2 ക്ലാസ്സുകൾ തുടങ്ങണം. സോ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫസ്റ്റ് ചാപ്റ്റർ മുതൽ അടിപൊളിയായിട്ട് +2ന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. ഇനി നമുക്ക് +1 മാർക്കിൻ്റെ കാര്യം. +1 മാർക്ക് കുറഞ്ഞു പോയ സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ മുമ്പിലുള്ള അവസരം എന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ആണ്. ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ സമയമാകുമ്പോൾ തീർച്ചയായും ആ സബ്ജക്റ്റുകളെ കൃത്യമായിട്ട് ഫോളോ അപ്പ് നടത്തി നമുക്ക് ആ മാർക്ക് കുറഞ്ഞു പോയ സബ്ജക്റ്റ് കൂട്ടിപ്പിടിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതൊരിക്കലും നമ്മളെ +2 ക്ലാസ്സിനെ ബാധിക്കാൻ പാടില്ല. അടുത്ത ദിവസം മുതൽ നമ്മൾ +2 ക്ലാസ്സുകൾ തുടങ്ങാൻ പോവുകയാണ്. +2 ക്ലാസ്സുകൾ ഭംഗിയായിട്ട് മക്കൾ അറ്റൻഡ് ചെയ്ത് നല്ല റിസൾട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും.